നമസ്കാരം. ഇറാനിലെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുമെന്ന വിചിത്രവാദവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വൻ ചർച്ചയാകുന്നു. പ്രമുഖ സാമ്പത്തിക പത്രമായ ഫൈനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ വിവാദപരമായ നിലപാടുകൾ വെളിപ്പെടുത്തിയത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുമെന്നും ട്രംപിന്റെ ഭീഷണിയിലുണ്ട്. ഇറാന്റെ എണ്ണ കൈക്കലാക്കൂ എന്നതാണ് തന്റെ പ്രിയപ്പെട്ട പദ്ധതിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപ് ഇതിനെ എതിർക്കുന്ന അമേരിക്കയിലെ രാഷ്ട്രീയ എതിരാളികളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. എന്തിനാണ് ഇത്തരമൊരു നടപടിക്ക് മുതിരുന്നത് എന്ന് ചോദിക്കുന്നവർ വിഡ്ഢികളാണെന്നാണ് ട്രംപിന്റെ പക്ഷം. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നും അവിടെ ഇറാൻ പ്രതിരോധം തീർക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ പ്രദേശം നിയന്ത്രണത്തിലാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഇത്തരമൊരു നീക്കം നടത്തിയാൽ അമേരിക്കൻ സൈന്യത്തിന് ദീർഘകാലം അവിടെ നിലയുറപ്പിക്കേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മേഖലയിൽ സംഘർഷം പുകയുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ പ്രസ്താവനകൾ കൂടുതൽ ആശങ്കകൾക്ക് വഴിമരുന്നിടുകയാണ്. നിലവിൽ 3500ഓളം അമേരിക്കൻ സൈനികർ മിഡിൽ ഈസ്റ്റിലേക്ക് അധികമായി എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ഭീതി നിലനിൽക്കുകയാണ് ട്രംപിന്റെ യുദ്ധക്കൊതി കലർന്ന വാക്കുകൾ. അതേസമയം പാകിസ്ഥാൻ ഇടനിലക്കാരായി നിന്നുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അവ പുരോഗമിക്കുകയാണെന്നും ട്രംപ് വെളിപ്പെടുത്തി. ഇറാനുമായുള്ളൊരു കരാർ ഉടൻ സാധ്യമാകുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചാൽ ഒരു ധാരണയിൽ വേഗത്തിൽ എത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ട്രംപ് തുടരുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരമാധികാര രാജ്യത്തിന്റെ സ്വാഭാവിക വിഭവങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പരസ്യമായി പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന വാദവും ശക്തമാണ്. ട്രംപിന്റെ നിലപാടുകൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കുമെന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണവും ഇതിനോടുള്ള ഇറാന്റെ നിലപാടും നിർണായകമാകും. അതേസമയം ഇറാനെതിരെ കരയുദ്ധത്തിന് മുതിർന്നാൽ അമേരിക്കൻ സൈനികർ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമായി തീരുമെന്ന് ഇറാൻ സൈന്യത്തിന്റെ രൂക്ഷമായ മുന്നറിയിപ്പുണ്ട്. US സൈന്യം ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്നും സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫഖാരി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. മേഖലയിൽ യുദ്ധപ്രതീതി വർദ്ധിപ്പിച്ചുകൊണ്ട് 3500 സൈനികരുമായി അമേരിക്കൻ പടക്കപ്പൽ USS ട്രിപ്പോളി മധ്യപൂർവ്വദേശത്ത് എത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം. 10,000ഓളം സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കാൻ വാഷിംഗ്ടൺ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ വിമർശിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലിബാഫും രംഗത്തെത്തി. പുറമെ നയതന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമെന്നാൽ രഹസ്യമായി ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുകയാണ് അമേരിക്ക ചെയ്യുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ സമാധാന ചർച്ചകൾക്കായി ഒത്തുചേരാനിരിക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുത്ത പ്രസ്താവനകൾ പുറത്തുവരുന്നത്. സമാനമായി ഗൾഫ് മേഖലയിൽ യുദ്ധപ്രതീതി വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ രൂക്ഷമായ ഭീഷണിയുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലിബാഫും രംഗത്തെത്തി. അമേരിക്കൻ സൈന്യം ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ അവരെ ചുട്ടുകരിക്കുമെന്നും മേഖലയിലെ US സഖ്യകക്ഷികൾ എന്നേക്കുമായി ശിക്ഷിക്കുമെന്നും ഖലിബാഫ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികളാണ് സ്പീക്കറുടെ പ്രസ്താവന പുറത്തുവിട്ടത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് രൂക്ഷമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്.